മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്ന് വന്ന PSC നടത്തിയിട്ടുള്ള തന്നെ മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ്. ഇതിന്റെ നോട്ട്സ് നമ്മുടെ PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനയിൽ ശരിയേത്? ഓപ്ഷൻ എ, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ സി, ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഓപ്ഷൻ ഡി, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ആൻസർ എല്ലാം ശരിയെന്നാണ്. ഓപ്ഷൻസ് ഒന്നും കൂടെ നോക്കാം. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം അറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവം എന്നാണ്. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. അടുത്തത്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. എക്സ്പ്ലനേഷൻസ് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവത്തിലൂടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിച്ചു. അടുത്തത്, ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത നോക്കാം. ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് 1970-ലാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ ഡോക്ടർ MS സ്വാമിനാഥനും, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ നോർമൻ ഏണസ്റ്റ് ബോർലോഗുമാണ്. അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച വർഷം 1970-ലാണ്. ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യഘട്ടം നേട്ടം കണ്ടത് പ്രധാനമായും ഗോതമ്പ് ഉൽപാദനത്തിലായതിനാലാണ് ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളിൽ ആദ്യഘട്ടം നേട്ടം കണ്ടത് പ്രധാനമായും ഗോതമ്പ് ഉൽപാദനത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തിയതിന്റെ ഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിന്റെ വർധനവെന്ന് പറയുന്നത് 5 ദശലക്ഷം ടണ്ണായിരുന്നു വർദ്ധിച്ചത്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറയുകയും ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. ഓപ്ഷൻ എ, GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. ഓപ്ഷൻ ബി, സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനവാണ്. ഓപ്ഷൻ സി, വീക്ഷണഗതിയിലുണ്ടായ മാറ്റമാണ് സ്വാശ്രയത്വം. ഓപ്ഷൻ ഡി, നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. ഉത്തരം എയും ഡിയും ശരിയായവയാണ്. GDPയുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. GDP എന്നാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഓപ്ഷൻ ഡി, നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. നമുക്കിതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക.
ഇതിന്റെ ലക്ഷ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെ സാമ്പത്തിക വളർച്ച സൂചിപ്പിക്കുന്നു. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലുണ്ടാകുന്ന, അതായത് GDP-യിൽ ഉണ്ടാകുന്ന സ്ഥിരത വളർച്ച സാമ്പത്തിക വളർച്ചയുടെ നല്ല സൂചകമാണ്. അപ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലുണ്ടാകുന്ന സ്ഥിരതയുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ നല്ല സൂചകമാണ്. ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം. അപ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത്. അതായത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിച്ചതും ജോലിസ്ഥലങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കിയതും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യ സ്വീകരിച്ചതും ജോലിസ്ഥലങ്ങളിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കിയതും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യത്തെ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. സ്വാശ്രയത്വത്തിന് പ്രാധാന്യം നൽകിയത് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളാണ്. ഒരു രാജ്യം അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്തുന്നതാണ് സ്വാശ്രയത്വം. അപ്പോൾ സ്വാശ്രയത്വം എന്ന് പറയുന്നത് ഒരു രാജ്യം അതിൻ്റെ തന്നെ വിഭവങ്ങൾ ഉപയോഗിച്ച് ആ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടും സാമ്പത്തിക വളർച്ചയും ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്തുന്നതാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമായിരുന്നു ഇത്. ഇതിനെ ഇറക്കുമതി ബദൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമാണിത്. ഇതിനെയാണ് ഇറക്കുമതി ബദൽ അഥവാ ഇമ്പോർട്ടന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. കാർഷിക പദ്ധതി, ഹരോൾഡ് ഡോമർ മോഡൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അറിയപ്പെടുന്ന പേരുകളാണ് കാർഷിക പദ്ധതി എന്നും ഹരോൾഡ് ഡോമർ മോഡൽ എന്നും ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. കാർഷിക പദ്ധതി, ഹരോൾഡ് ഡോമർ മോഡൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 1951 മുതൽ 1956 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 1956 വരെയാണ്, 5 വർഷക്കാലം. അടുത്ത പോയിന്റ്, വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് 1956 മുതൽ 61 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നതാണ് വ്യാവസായിക പദ്ധതി. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്നും ഹരോൾഡ് ഡോമർ മോഡലും എന്നിങ്ങനെ അറിയപ്പെടുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് വ്യാവസായിക പദ്ധതി എന്നാണ്. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി പുതിയ വ്യാവസായിക നയം അംഗീകരിച്ചത് 1956-ലാണ്. അപ്പോൾ പുതിയ വ്യാവസായിക നയം അംഗീകരിച്ച വർഷം 1956-ലാണ്, ഓർത്തു വയ്ക്കുക. 1955-ലെ കാർവേ കമ്മിറ്റി അഥവാ ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതയെപ്പറ്റി പറയുന്നു. അപ്പോൾ കാർവേ കമ്മിറ്റി 1955-ലെ കാർവേ കമ്മിറ്റി. അപ്പോൾ കാർവേ കമ്മിറ്റി വർഷം ഓർക്കുക, 1955 അഥവാ ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി. കാർവേ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി. വർഷം 1955.
ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യതയെപ്പറ്റി പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എയും ബിയും ശരിയാണ്. നോക്കാം. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. ഓപ്ഷൻ ബി, സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ ഇത് മെമ്മറിയിൽ വസിക്കുന്നു. ഇതിന്റെ പോയിന്റ്സ് നോക്കാം. ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത പോയിന്റ് നോക്കാം. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗസാധ്യമാക്കുക, എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക, ഏകോപിപ്പിക്കുകയും ചെയ്യുക, കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്നിവ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലിയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗയോഗ്യമാക്കുക, എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക, കാര്യക്ഷമമായ രീതിയിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉപയോഗിക്കാൻ സഹായിക്കുക എന്നിവയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലി. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ സാധ്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്കിൽ നിന്നും ആദ്യം എടുക്കുന്ന പ്രോഗ്രാമും ഓഫാക്കുന്നത് വരെ മെമ്മറിയിൽ നിലനിൽക്കുന്ന പ്രോഗ്രാമുമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നും ആദ്യം എടുക്കുന്ന പ്രോഗ്രാമും ഓഫാക്കുന്നത് വരെ മെമ്മറിയിൽ നിലനിൽക്കുന്നതുമായ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ധർമ്മങ്ങളാണ് പ്രോസസ് കൈകാര്യം ചെയ്യുക, പ്രോസസ്സിംഗ്, മെമ്മറി കൈകാര്യം ചെയ്യുക, മെമ്മറി, ഫയൽ, സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക, നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക തുടങ്ങിയവ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ധർമ്മങ്ങളാണ് പ്രോസസ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയൽ, സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക, നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിക്കുക തുടങ്ങിയവ. വിവിധ ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, ഡിജിറ്റൽ ക്യാമറ തുടങ്ങിയവയൊക്കെ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. കീബോർഡ്, മൗസ് ഒരു ഇൻപുട്ടാണ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ബാർകോഡ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, ഡിജിറ്റൽ ക്യാമറ ഇവയൊക്കെ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അടുത്ത പോയിന്റ് നോക്കാം. വിവിധ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് LCD പ്രൊജക്ടർ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റർ, പ്ലോട്ടർ, ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? LCD പ്രൊജക്ടർ. LCD എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് LCD എന്ന് പറയുന്നത്. LCD പ്രൊജക്ടർ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ VDU, പ്രിന്റർ, പ്ലോട്ടർ, ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഇവയൊക്കെ എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. ഈ വേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന വിവിധ രാസപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലൈം, റിട്ടാർട്ടൻസ് തുടങ്ങിയവ. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രൂപീകരിച്ച ഈ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങൾ 2011 നിലവിൽ വന്നത് 1/5/2012 മുതലാണ് ഇവ നിലവിൽ വന്നത്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രൂപീകരിച്ച ഈ വേസ്റ്റ് നിയന്ത്രണ നിയമങ്ങൾ 2011 നിലവിൽ വന്നത് 1/5/2012 സംസ്ഥാനത്ത് ഇതിന്റെ നടത്തിപ്പും മേൽനോട്ടവും നിർവഹിക്കുന്നത് സംസ്ഥാന നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ്. സംസ്ഥാന മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും
പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി അനുച്ഛേദം 243 ആണ്. അനുച്ഛേദം 243 ആണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം എന്ന് പറയുന്നത്. പോയിന്റ്സ് നോക്കാം. ഇന്ത്യയിൽ ആധുനിക കാലഘട്ടത്തിൽ 1882 ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപപ്പെട്ടത്. ഇന്ത്യയിൽ ആധുനിക കാലഘട്ടത്തിൽ 1882 ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെന്റുകൾ രൂപപ്പെട്ടത്. ഇത് അറിഞ്ഞു വച്ചേക്കുക. ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റിന്റെ അഥവാ പ്രാദേശിക ബോർഡുകൾ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റിന്റെ പ്രാദേശിക ബോർഡുകൾ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭു ആണ്. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഏതാനും പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഏതാനും പ്രവിശ്യകളിൽ ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത്. പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ ഉൾപ്പെട്ടത് നിർദ്ദേശക തത്വങ്ങളിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. പ്രാദേശിക ഗവൺമെന്റുകൾ സംബന്ധിച്ച വിഷയങ്ങൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ജനാധിപത്യത്തിന്റെ ഉത്തമ താൽപര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ്. അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെന്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കുവാനും നമുക്ക് കഴിയണം എന്ന് അഭിപ്രായപ്പെട്ടത് അനന്തശയനം അയ്യങ്കാറാണ്. ഈ കോഴ്സ് ഒന്ന് ഓർത്തു വയ്ക്കണം. ജനാധിപത്യത്തിന്റെ ഉത്തമ താൽപര്യം മുൻനിർത്തി ഗ്രാമങ്ങൾക്ക് സ്വയംഭരണ കലയിൽ പ്രായോഗിക പരിശീലനം നൽകേണ്ടതാണ്. അതിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനും ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഗവൺമെന്റുകൾ അവിടങ്ങളിൽ രൂപീകരിക്കുവാനും നമുക്ക് കഴിയണം എന്ന് അഭിപ്രായപ്പെട്ടത് അനന്തശയനം അയ്യങ്കാറാണ്. ലോക്സഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കറാണ് അനന്തശയനം അയ്യങ്കാർ. അപ്പോൾ ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് അനന്തശയനം അയ്യങ്കാർ. ഇത് ഓർത്തു വയ്ക്കണം. 1952 ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയിലൂടെ പശ്ചാത്തലത്തിലാണ് ഗ്രാമീണ മേഖലകളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്യപ്പെട്ടത്. ശുപാർശയല്ല, ശുപാർശയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1952 ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രാമീണ മേഖലകളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഗ്രാമീണ വികസന പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1952 വർഷം. അത് ഓർക്കുക. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് 1989 PK തുങ്കൻ കമ്മിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? 1989 PK തുങ്കൻ കമ്മിറ്റി. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിർബന്ധമായും ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 243A. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 243A. അടുത്ത പോയിന്റ് നോക്കാം. പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പ്രായപൂർത്തിയായ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ പ്രായപൂർത്തിയായ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഇത് ഓർത്തു വയ്ക്കുക. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും 11ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 243G. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും
11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? അനുച്ഛേദം 243G ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീവിതശൈലി രോഗങ്ങൾക്കുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഓപ്ഷൻ എ വ്യായാമക്കുറവ്, ഓപ്ഷൻ ബി സാംക്രമികം, ഓപ്ഷൻ സി പരമ്പരാഗതം, ഓപ്ഷൻ ഡി അമിത ഭക്ഷണം. ഇവിടെ എയും ഡിയുമാണ് ആൻസർ. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വ്യായാമക്കുറവും അമിത ഭക്ഷണവും. വ്യായാമക്കുറവും അമിത ഭക്ഷണവുമാണ് ജീവിതശൈലി രോഗങ്ങൾക്കുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. പോയിന്റ്സ് നോക്കാം. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-നാണ് ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7-ആണ്. ലോക ആരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7-ന് നിലവിൽ വന്നു. ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-ആണ്. 1948 ഏപ്രിൽ 7-നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പോയിന്റ്സ് നോക്കാം. നിലവിലെ ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. നിലവിലെ ഡയറക്ടർ ജനറലാണ് ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. മനുഷ്യരിൽ ടൈഫോയിഡിന് കാരണമാവുന്ന ബാക്ടീരിയയാണ് സാൽമോണല്ല ടൈഫി. മനുഷ്യരിൽ ടൈഫോയിഡിന് കാരണമാവുന്ന ബാക്ടീരിയ സാൽമോണല്ല ടൈഫിയാണ്. മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഇവ ചെറുകുടലിലേക്കും പിന്നീട് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു. മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയുമാണ് ഇവ ചെറുകുടലിലേക്ക് എത്തുന്നതും പിന്നീട് അത് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ വൈഡൽ ടെസ്റ്റ് ആണ്. അപ്പോൾ ടൈഫോയിഡിന്റെ ഡായും വൈഡൽ ടെസ്റ്റിന്റെ ഡായും സെയിം ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കാം. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. ഇനി പാചകം ചെയ്ത ഭക്ഷണത്തിലൂടെ വർഷങ്ങളോളം നിരവധി പേർക്ക് ടൈഫോയിഡ് പകരുന്നതിന് കാരണമായ ടൈഫോയിഡ് മേരി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മേരി മെല്ലൻ എന്ന പാചകക്കാരിയുടെ ജീവിതം വൈദ്യശാസ്ത്ര മേഖലയിൽ പരാമർശിച്ചിട്ടുണ്ട്. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഇനി 2025 പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഇത് ഓർത്ത് വയ്ക്കണം. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. മനുഷ്യനിൽ ന്യൂമോണിയയ്ക്ക് കാരണമായ ബാക്ടീരിയകളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസയും. ഈ മനുഷ്യനെ ബാധിക്കുന്ന മറ്റു ബാക്ടീരിയ രോഗങ്ങളാണ്, ഇത് ശ്രദ്ധിക്കുക, ബാക്ടീരിയ രോഗങ്ങളാണ് അതിസാരം, പ്ലേഗ്, ഡിഫ്തീരിയ, ക്ഷയം, കുഷ്ഠം, കോളറ, ടെറ്റനസ്, സിഫിലിസ്, ഗൊണേറിയ, ക്ലമീഡിയാസിസ് തുടങ്ങിയവ. അപ്പോൾ ഇതെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? അതിസാരം, പ്ലേഗ്, ഡിഫ്തീരിയ, ക്ഷയം, കുഷ്ഠം, കോളറ, ടെറ്റനസ്, സിഫിലിസ്, ഗൊണേറിയ, ക്ലമിഡിയാസിസ് തുടങ്ങിയവ ബാക്ടീരിയ രോഗങ്ങളാണ്. സിഫിലിസ് പകർത്തുന്ന രോഗകാരിയാണ് ട്രിപ്പോണിമ പാലിഡം. സിഫിലിസിസ് പകർത്തുന്ന രോഗകാരിയാണ് ട്രിപ്പോണിമ പാലിഡം. നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ നൽകുന്നത് നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷി പാസീവ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ നൽകുന്നത് നിഷ്ക്രിയ രോഗപ്രതിരോധ ശേഷി പാസീവ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. മുലപ്പാലിനോടൊപ്പം സ്രവിക്കപ്പെടുന്ന മഞ്ഞ നിറമുള്ള ദ്രാവകമായ കൊളസ്ട്രം IgA ആന്റിബോഡികളാൽ സമൃദ്ധമാണ്. അപ്പോൾ കൊളസ്ട്രം IgA ആന്റിബോഡികളാൽ സമൃദ്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ഓപ്ഷൻ ബി, 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഓപ്ഷൻ സി, 1955 പൗരത്വ നിയമം അനുസരിച്ച്
3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഓപ്ഷൻ ഡി 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. ഇവിടെ എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിൽ ഭരണഘടനയുടെ ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ഓപ്ഷൻ സി 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. അപ്പോൾ ഓപ്ഷൻ സി അനുസരിച്ച് 1955 പൗരത്വ നിയമത്തിലൂടെ 3 രീതിയിലാണ് നമുക്ക് പൗരത്വം നഷ്ടപ്പെടാവുന്നത്. പോയിന്റ്സ് നോക്കാം. ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏക പൗരത്വം എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. 1955 നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം 5 രീതിയിൽ നേടാം. അപ്പോൾ ഇന്ത്യൻ പൗരത്വം നമുക്ക് എത്ര രീതിയിൽ നേടാവുന്നതാണ്? 5 രീതിയിൽ. ബൈ ബർത്ത്, ബൈ ഡിസെന്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. 1955 നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം 3 രീതിയിലാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ 1955 നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം 3 രീതിയിൽ നഷ്ടപ്പെടാം. ബൈ റിനൗൺസിയേഷൻ, ടെർമിനേഷൻ, ബൈ ഡിപ്രിവേഷൻ. അടുത്തത് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10 ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. 2020 ജനുവരി 10. അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന അസമത്വം, വർണ്ണവിവേചനം, നിയമങ്ങൾ ഇവയ്ക്കെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനത്തിലെ നേതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. അപ്പോൾ അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്ന അസമത്വം, വർണ്ണവിവേചന നിയമങ്ങൾ ഇവയ്ക്കെതിരെ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. എവിടെയാണ്? അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിലാണ്. നോക്കി വയ്ക്കണം. അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. 1950 പൗരത്വവും സാമൂഹിക വർഗങ്ങളും എന്ന പുസ്തകം രചിച്ചത് ബ്രിട്ടീഷ് സമൂഹശാസ്ത്രജ്ഞനായ TH മാർഷൽ ആണ്. 1950 പൗരത്വവും സാമൂഹിക വർഗങ്ങളും എന്ന പുസ്തകം രചിച്ചത് ബ്രിട്ടീഷ് സമൂഹശാസ്ത്രജ്ഞനായ TH മാർഷൽ ആണ്. വർഷം 1950. പൗരത്വത്തെക്കുറിച്ച് ഒരു സമുദായത്തിലെ പൂർണ്ണ അംഗങ്ങളായവർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു പദവിയാണിത്. ഈ പദവിക്ക് അർഹരായ എല്ലാവരും അവകാശങ്ങളുടെയും കടമകളുടെയും കാര്യത്തിൽ തുല്യരാകും എന്ന നിർവചനം നൽകിയത് TH മാർഷൽ ആണ്. പൗരത്വത്തെക്കുറിച്ച് ഒരു സമുദായത്തിലെ അംഗങ്ങളായവർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു പദവിയാണിത്. ഈ പദവിക്ക് അർഹരായ എല്ലാവരും അവകാശങ്ങളുടെയും കടമകളുടെയും കാര്യത്തിൽ തുല്യരാകും എന്ന നിർവചനം നൽകിയത് ആരാണ്? TH മാർഷൽ. ദേശരാഷ്ട്രത്തിന്റെ പരമാധികാരം, പൗരന്റെ ജനാധിപത്യ അവകാശങ്ങൾ തുടങ്ങിയവ ഉറപ്പിച്ചു പറഞ്ഞ ആദ്യകാല സംഭവങ്ങളിൽ ഒന്നാണ് 1789 ഫ്രഞ്ച് വിപ്ലവം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ദേശരാഷ്ട്രത്തിന്റെ പരമാധികാരം, പൗരന്റെ ജനാധിപത്യ അവകാശങ്ങൾ തുടങ്ങിയവ ഉറപ്പിച്ചു പറഞ്ഞ ആദ്യകാല സംഭവങ്ങളിൽ ഒന്നാണ് 1789 ഫ്രഞ്ച് വിപ്ലവം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ടസ്തരമുള്ള ആവരണം. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ടസ്തരമുള്ള ആവരണമാണ് പെരികാർഡിയം. പോയിന്റ്സ് നോക്കാം. പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെരികാർഡിയം ദ്രവമാണ് ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നത്. ഇത് ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീരാവയവം ഹൃദയമാണ്. ഹൃദയം. മനുഷ്യ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത്? 4 അറകളാണ് ഉള്ളത്. അതിൽ വലത് ഏട്രിയം, ഇടത് ഏട്രിയം, പിന്നെ വലത് വെൻട്രിക്കിളും ഇടത് വെൻട്രിക്കിളും. 4 അറകളാണുള്ളത്. വലത് ഏട്രിയം, ഇടത് ഏട്രിയം,
പിന്നെ വലത് വെൻട്രിക്കിളും ഇടത് വെൻട്രിക്കിളും. ഹൃദയ അറകളുടെ സങ്കോചനത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് എന്ന വിഭാഗമാണ്. അപ്പം ഹൃദയ അറകളുടെ സങ്കോചനത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് എന്ന വിഭാഗമാണ്. ഈ SA നോഡിനെ പറയുന്നതാണ് പേസ് മേക്കർ എന്ന്. അപ്പൊ SA നോഡിന്റെ വേറൊരു പേരാണ് പേസ് മേക്കർ എന്നും ഇത് അറിയപ്പെടുന്നു. ആരോഗ്യവാനായ ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ, അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ 120 mmHg-യും ഡയസ്റ്റോളിക് പ്രഷർ, അതായത് ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ 80 mmHg-യും ആണ്. ആരോഗ്യവാനായ ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ, അതായത് ഹൃദയം സങ്കോചിക്കുമ്പോൾ 120 mmHg-യും ഡയസ്റ്റോളിക് പ്രഷർ, അതായത് ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ 80 mmHg-യും ആണ്. മനുഷ്യനിലെ രക്തപര്യന ദ്വിപര്യനമാണ്. മനുഷ്യനിലെ രക്തപര്യനം എന്ന് പറയുന്നത് ദ്വിപര്യനമാണ്. സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത് ഏട്രിയത്തിലും, പൾമണറി പര്യനം വലത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത് ഏട്രിയത്തിലും അവസാനിക്കുന്നു. അപ്പോൾ സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത് ഏട്രിയത്തിലും, പൾമണറി പര്യനം വലത് വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത് ഏട്രിയത്തിലും അവസാനിക്കുന്നു. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 തീം എന്ന് പറയുന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നതാണ് 2024 ലോക ഹൃദയ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. 2025 തീമാണ് ഡോൺ മിസ് എ ബീറ്റ്. ഡോൺ മിസ് എ ബീറ്റ് 2025 തീമാണ്. ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.